ഏവർക്കും നമസ്കാരം. ആം ആദ്മി പാർട്ടി പാല നിയോജക മണ്ഡലം നയിക്കുന്ന നവ കേരള സന്ദേശ യാത്രയുടെ സമാപന അധ്യക്ഷനായിരിക്കുന്ന പാല നിയോജക മണ്ഡലം പ്രസിഡന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ നവീൻ ജി നാദാമണി, വനിതാ വിംഗ് ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഫാത്തിമ, മറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വന്നിരിക്കുന്ന നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, പാലാ നിയോജക മണ്ഡലം സെക്രട്ടറി, മറ്റ് ചുമതല വഹിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് സർ, ഞങ്ങളെ ശ്രമിക്കുന്ന പാലായിലെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജനങ്ങളെ, ശ്രീ നവീൻ ജി നാദാമണി പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തൊന്ന് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുറ്റം പറയുന്നത്, നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഭരണകൂടങ്ങളെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ നമ്മൾ തന്നെയല്ലേ? ഓരോ ജനങ്ങളും രാഷ്ട്രീയത്തിൽ തൽപരരാകാതിരുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതിനെതിരായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ സഹനശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതികരിക്കാനുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പകരം നമ്മുടെ സ്ത്രീകളെ പിച്ചു ചീന്തിയാലും, നമ്മുടെ കുട്ടികളെ തല്ലി ചതച്ചു കൊന്നാലും, നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയാലും, നമ്മുടെ സ്ത്രീകളെ നടത്തിയാലും അത് എനിക്കല്ലല്ലോ എന്ന ഭാവത്തിൽ നടന്നു നീക്കുന്ന, നിസ്സംഗതയോടുകൂടി നടന്നു നീങ്ങുന്ന ഇവിടുത്തെ ജനങ്ങളല്ലേ യഥാർത്ഥത്തിൽ ഈ വിപത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അത്യാവശ്യമായി നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കുക എന്നുള്ള പ്രക്രിയയാണ്. ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നോക്കുമ്പോഴും അഹംഭാവത്തോടുകൂടി നടക്കുമ്പോഴും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ്, ഏറ്റവും വലിയ ഭരണഘടന, ലിഖിത ഭരണഘടനയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ അഹങ്കാരത്തോടുകൂടി വിചാരിക്കുകയും, നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ, നമ്മൾ യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡന്റ് ആണോ, നമ്മുടെ രാജ്യം ഡെമോക്രാറ്റിക് ആണോ എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിങ്ങളുടെ നെട്ടോട്ടത്തിൽ നിങ്ങൾ ഒരു കോമയെങ്കിലും ഇട്ടുകൊണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പെങ്കിലും ഇട്ടുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണമേ എന്നുള്ള അഭ്യർത്ഥനയാണ്. ഏറെ വേദനയോടും മനസ്സ് നിറച്ച് സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നടന്ന ഓരോ സംഭവങ്ങളും. പത്രം എടുക്കാൻ നമുക്ക് പേടിയാണ്. പത്രം എടുത്താൽ ഒന്നെങ്കിൽ ആൾ കൊന്നവര്, അല്ലെങ്കിൽ മൃഗങ്ങളെ ചവിട്ടിക്കൊന്നവര്, കുത്തിക്കൊന്നവര്, മനുഷ്യന് തന്നെ ചതച്ചു കൊന്നവര്. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് അതിശയം തോന്നും. നമ്മൾ ഏത് കാട്ടാള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇതെന്തൊരു സ്ഥലമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ പ്രമുഖരായ വിദ്യാസമ്പന്നരായ ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ പല മതങ്ങളിലുള്ളവര്, വിശ്വാസമുള്ളവര്, അല്ലെങ്കിൽ പല തരത്തിലുള്ള ആൾക്കാരെ തിങ്ങിപ്പാർക്കുന്ന പ്രമുഖരായ കേരളത്തിലാണോ ഇതെല്ലാം നടക്കുന്നത്? നമുക്ക് തല കുരിച്ച് നടക്കേണ്ട അവസ്ഥയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വോട്ടിംഗ് മെഷീനുകളെ നമ്മൾ ശക്തിയുക്തം എതിർക്കേണ്ടതുണ്ട്. ബാലറ്റിലേക്ക് വരാനായിട്ട് നമ്മൾ ആവശ്യപ്പെടേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാർക്കുള്ള അവകാശങ്ങൾ, പൗരന്മാർക്കുള്ള ചുമതലകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അവകാശങ്ങൾ ചോദിക്കുകയും മേടിക്കുകയും തന്നെ ചെയ്യണം. നമ്മുടെ കടമകൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം. ഏത് തരം രാജ്യമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം. ഏത് തരം ജീവിതമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം. കർഷകരെന്നോ, വ്യാപാരികളെന്നോ, വിദ്യാർത്ഥികളെന്നോ, വൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്ത് ഒരു വൃദ്ധയായിരിക്കുമ്പോഴും ഒരു വൃദ്ധരായിരിക്കുമ്പോഴും എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. എന്റെ മക്കൾ സമൃദ്ധിയിൽ ജീവിക്കുന്ന എനിക്ക് കാണണം. ഭയമില്ലാതെ ജീവിക്കുന്ന എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വൃദ്ധന്മാരുള്ള രാജ്യമാകണം നമ്മുടേത്. ആരോഗ്യമുള്ള പുരുഷന്മാര്, ആരോഗ്യമുള്ള സ്ത്രീകള്, അല്ലെങ്കിൽ യുവത്വത്തിന്റെ തിളപ്പിൽ നിൽക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ യൗവനകാലത്ത് ശക്തിയുക്തം ഈ അനീതിയെ എതിർക്കാനുള്ള ശേഷിയോട് പ്രയാസമാണ് 10 വർഷങ്ങൾ കൊണ്ട് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്, പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണ് അന്തിച്ചു പോകുന്നവള് എല്ലാ തലങ്ങളിലും സാരമായ വിദ്യാഭ്യാസ രംഗത്ത്
സൃഷ്ടിക്കുന്നു, ആരോഗ്യ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു, മനുഷ്യരുടെ ജീവിത നിലവാരത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു. നമ്മൾക്ക് നമ്മുടെ കുഞ്ഞിനെ കോളേജിൽ വിടാൻ പോലും ഭയമായിരിക്കുന്നു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ നമ്മൾ ഭയപ്പെടുന്നു. നമ്മുടെ പോലീസുകാർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പോലീസുകാർ ഓടി നടക്കുന്നു തെളിവ് നശിപ്പിക്കാൻ. പാവം കുഞ്ഞിന്റെ ആ അക്രമത്തിന് ഇരയായ വ്യക്തിയുടെ തെളിവ് നശിപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്ന പോലീസുകാർ. നമ്മൾ സാധാരണ പോലീസുകാരെ കാണുമ്പോൾ നമുക്കൊരു പണ്ടൊക്കെ നടന്നു പോകുമ്പോൾ സംവിധാനങ്ങളിൽ നടന്നു പോകുമ്പോൾ പോലീസുകാരനെ കണ്ടാൽ നമുക്ക് സന്തോഷമാണ്, നമ്മുടെ ഭയം മാറും, നമുക്ക് ധൈര്യമാകും. ഇന്ന് നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് ഭയം വരുകയാണ്. ഭരണകൂടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തന്യായവും ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ നേതാക്കന്മാരെന്ന സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരെ നമുക്ക് എന്ത് അഴിമതിയും ചെയ്യാൻ മടിക്കാതെ, എന്തിനും കൂട്ടു നിൽക്കാൻ മടിക്കാതെ ജീവിക്കുന്ന ജനങ്ങളായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ സമൂഹമായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും. ഈ മഹാരാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ, നമ്മുടെ ജന്മനാടായ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കണ്ടേ? നശിക്കുന്നതിന് മുമ്പ്, നശിച്ച നാടാണൊക്കെ വരുന്നതിന് മുമ്പ് ഏറ്റവും അവസാനത്തെ ചാൻസ് എന്ന നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആം ആദ്മി വോളണ്ടിയേഴ്സിനും എന്റെ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അനീതിക്കെതിരായി ചെറിയ ഗ്രൂപ്പായി, ഒരു മൈക്രോ യൂണിറ്റായി ഓരോ സ്ഥലത്തു നിന്നും ഉയർന്നു വരുന്ന ഈ സ്വരങ്ങള് ഒരു കാഹളനാദമായി കേരളത്തിൽ മാറുമെന്നും തീർച്ചയായിട്ടും കേരളത്തിലും ഇന്ത്യയിലും വരും കാലങ്ങളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും ജനഹിതത്തെ മാനിക്കാതെ ജനങ്ങളെ ജനിക്കാനും ചവിട്ടിയടിക്കാനും കൊല്ലാനും ജനങ്ങൾ അവർക്കെതിരായി ഒരു നാൾ തിരിയുമെന്നും ഈ നിസ്സംഗത വെടിഞ്ഞ് ജനങ്ങൾ ഒറ്റക്കെട്ടാകുമെന്നും നിങ്ങൾക്കത് ഭീഷണിയായി മാറുമെന്നും ഇവിടെ ഡെമോക്രസി പുനഃസ്ഥാപിക്കുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി നടത്തുന്ന ഈ സന്ദേശയാത്രയിൽ ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് കൂടി കേൾക്കൊട്ട് ഉയർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏതാണ് നല്ല രാഷ്ട്രീയം, സംശുദ്ധ രാഷ്ട്രീയം, നമുക്ക് ഏതാണ് ഗുണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വന്ന